മലമ്പുഴയിൽ നിന്ന് വന്ന ആ വാർത്തയിലേക്ക്. കാട്ടാന ചെളിയിലകപ്പെട്ടു. കവയിലെ പറച്ചാത്തിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം നടന്നത്. വെള്ളം കുടിക്കാൻ എത്തിയപ്പോൾ ചളിയിൽ ആന അകപ്പെട്ടു പോയി. ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് ആനയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. പറയൂ നിഖിൽ പ്രമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. മലമ്പുഴ കവയിലാണ് ഞാനുള്ളത്. ഇവിടെ ദിവസവും ഏതാണ്ട് 30ഓളം ആനകളൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി എത്താറുണ്ട്. ഇപ്പോൾ ചൂടുകാലമാണ്, നമുക്കറിയാം, നല്ല ചൂടാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി 30ഓളം ആനകളൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്ന മലമ്പുഴ കവയ്ക്കടുത്തുള്ള പറച്ചാത്തി മേഖലയിലൊക്കെ എത്താറ്. അങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ഒരു കൊമ്പനാണ് ചെളിയിൽ അകപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ കൊമ്പൻ ചെളിയിൽ അകപ്പെട്ടത്. ആദ്യം ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് വിവരം അറിഞ്ഞത്. ഉടനെ തന്നെ അവർ വനംവകുപ്പിന് വിവരം അറിയിച്ചു. RRT സംഘമൊക്കെ സ്ഥലത്തെത്തിയ ശേഷം അല്പസമയം മുൻപാണ്, ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് ഈ കൊമ്പനെ ഇവിടെ നിന്ന് കയറ്റാൻ കഴിഞ്ഞത്. JCB ഉപയോഗിച്ച് ഇതിനെ മുകളിലേക്ക് കയറ്റേണ്ടി വരുമെന്നാണ് ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത്. പക്ഷേ ഒരുപാടധികം സമയം RRT പ്രവർത്തകരും മറ്റും എലിഫൻസ് ഗാർഡും ഒക്കെ ഇതിൻ്റെ സമീപത്ത് നിന്ന് ബഹളം വയ്ക്കുകയും ഒച്ചയിടുകയും ഒക്കെ ചെയ്തതിനെ തുടർന്ന് ഈ ആന തന്നെ കയറിപ്പോവുകയാണ്. ദൃശ്യങ്ങളിൽ നമുക്കത് കാണാനും വേണ്ടി കഴിയും. ആന തന്നെ കയറിപ്പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. നേരത്തെ പലതവണ ഈ മേഖലയിൽ കൊമ്പന്മാർ ഒന്നിച്ചെത്തുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇത് ജനവാസ മേഖലയല്ല, തൊട്ടടുത്ത് റോഡുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരുപാട് സഞ്ചാരികളൊക്കെ എത്താറുണ്ട്. രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ഒക്കെ ഒരുപാട് സഞ്ചാരികൾ ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട്. അവർക്ക് നടുവിലൂടെയൊക്കെയാണ് ഈ കൊമ്പന്മാർ ഒരുമിച്ച് ഇങ്ങനെ കടന്നു പോകാറ്. അതായത് 30ഓളം ആനകൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ചിന്തിക്കാൻ കഴിയും അത് എങ്ങനെയായിരിക്കും ആ ഒരു കാഴ്ച എന്നുള്ളത്. അവർ ഇവിടെ എത്തുന്ന കാട്ടാനകൾ പക്ഷേ ആളുകളെ ഉപദ്രവിക്കാറൊന്നും തന്നെ ഇല്ല. ഇതിന് പുറകിൽ നമുക്ക് കാണാൻ കഴിയും, ജലാശയത്തിൽ വന്ന് വെള്ളം കുടിച്ച് മടങ്ങിപ്പോവുകയാണ് പതിവ്. പക്ഷേ ഇപ്പോൾ അവിടെയും വെള്ളം നന്നേ കുറഞ്ഞതുകൊണ്ട് ഈ കൊമ്പൻ അല്പം കൂടി ഈ ജലത്തിന് അരികിലേക്ക് പോയതുകൊണ്ടാണ് അതിൽ അകപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ചെളിയിൽ അകപ്പെട്ട ഏതാണ്ട് 2 മണിക്കൂറിലധികം സമയം ഇവിടെ തന്നെ ആ ചെളിയിൽ കുരുങ്ങി കിടക്കേണ്ടി വന്നു. ഇതോടുകൂടി വനവകുപ്പ് ഉദ്യോഗസ്ഥർ ആശങ്കയിലാവുകയും എന്ത് ചെയ്യും, എങ്ങനെ ഇതിനെ മുകളിലേക്ക് കയറ്റാമെന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. ഒരുപക്ഷെ JCB അടക്കം കൊണ്ടുവരേണ്ടി വരുമെന്ന് കരുതിയിടത്ത് നിന്നാണ് അല്പനേരത്തിന് ശേഷം ഈ ആന തന്നെ കയറി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അതൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. കാരണം അല്ലെങ്കിൽ ഒരുപാടധികം സമയം അവിടെ ഈ ചെളിയിൽ ഇങ്ങനെ നിലയുറപ്പിക്കുമ്പോൾ ഈ ആനയ്ക്ക് ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് കാര്യങ്ങൾ പോയനെ. ഇത് ഈ വനപ്രദേശത്താണ് സത്യത്തിൽ കാട്ടാനക്കൂട്ടം ഒന്നിച്ചുള്ളത്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 30ഓളം കാട്ടാനകളൊക്കെ ഒരേ സമയം ഇവിടെ എത്തുന്നത് ആളുകൾ കണ്ടിട്ടുണ്ട്. അതിൽ കുട്ടിയാനകൾ ഉണ്ടാകും, കൊമ്പന്മാരൊക്കെ ഉണ്ടാകും. അങ്ങനെ ഒരുമിച്ച് ഇവിടേക്ക് എത്തിച്ചേരുന്നത് നിരന്തരം ഇവിടെയുള്ള ആളുകൾക്ക് ഒരു സ്ഥിരം കാഴ്ചയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാഴ്ചയില്ല. നമ്മൾ ഇവിടെ എത്തി ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറഞ്ഞത് അതൊരു പുതിയ കാഴ്ചയില്ല എന്നുള്ളതാണ്. കാരണം അവർ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും